ലോകത്തെല്ലായിടത്തും അത്തരത്തിലുള്ള സമുദായങ്ങളുടെ, മതങ്ങളുടെ, ജാതികളുടെ, കമ്മ്യൂണിറ്റികളുടെ താല്പര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്. സംവരണം പോലെയുള്ള വിഷയങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു സമീപനമാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജയാപജയങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ്. കേന്ദ്രത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി 10 വർഷത്തിലേറെയായി ഭരിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്നത് വ്യക്തികളാണ്. പക്ഷേ ഈ വ്യക്തികളുടെ നിലപാടുകളെ, താല്പര്യങ്ങളെ സ്വാധീനിക്കുന്നത് അവരുൾപ്പെടുന്ന വിവിധ ജാതികളുടെ, സമുദായങ്ങളുടെ താല്പര്യങ്ങളും ചിന്തകളുമാണ്. അത് വളരെ സ്വാഭാവികമാണ്. ലോകത്തെല്ലായിടത്തും അത്തരത്തിലുള്ള സമുദായങ്ങളുടെ, മതങ്ങളുടെ, ജാതികളുടെ, കമ്മ്യൂണിറ്റികളുടെ താല്പര്യങ്ങൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏറ്റവും പ്രധാനമായിട്ട് രാഷ്ട്രീയ ചിന്തകർ, നിരീക്ഷകർ ആലോചിക്കുന്നൊരു വിഷയം വ്യത്യസ്ത സമുദായങ്ങൾ തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടുകളാണ് എടുക്കാൻ പോകുന്നത്, ഏതെല്ലാം തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളിലാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. കാരണം എല്ലാ സമുദായങ്ങളും ഒരേ തരത്തിലല്ല ഇപ്പോഴും ചിന്തിക്കുന്നത്. സമുദായങ്ങളുടെ നിലപാടുകളിൽ, അവരുടെ പൊതു താല്പര്യങ്ങളിൽ നിരന്തരമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ 3 പ്രധാനപ്പെട്ട സമുദായങ്ങളുടെ സ്വാധീനമാണ് നമുക്ക് കാണാൻ കഴിയുക. മലബാറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വരുമ്പോൾ ഈ 2 വിഭാഗങ്ങളെപ്പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലോ പ്രധാനമായിട്ട് വരുന്ന ഒന്ന് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ താല്പര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ സമുദായങ്ങളും, സമുദായ നേതാക്കളും, സമുദായ പ്രസ്ഥാനങ്ങളും എന്ത് തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്ന് എല്ലാവരും ആലോചിക്കാറുണ്ട്, എല്ലാവരും പരിഗണിക്കാറുണ്ട്. ഒരു വലിയ പരിധി വരെ ഈ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വിജയാപജയങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് കാണുകയും ചെയ്യാം. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട് നമ്മളൊരു കണ്ട കാര്യം ശബരിമല പോലെയുള്ള വിഷയങ്ങൾ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം പോലുള്ള വിഷയങ്ങൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലും വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തി എന്നത് വ്യക്തമാണ്. അതായത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയമായിട്ട് മാറിയത് അവരുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് ഒരു വലിയ പരിധിവരെ ഇടതുപക്ഷത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. കോൺഗ്രസും BJPയും അടക്കമുള്ള പാർട്ടികൾ അതിൽ നിന്ന് മുതലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPMൻ്റെ നിലപാടിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ കാണുന്നത്. നേരത്തെ ഈ സാമുദായിക ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരുന്നതെങ്കിൽ, NSS അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇന്ന് സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഒരു പിന്നാക്കം പോക്ക് വളരെ പ്രകടമാണ്. സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിലും അത് പ്രകടമാണ്. കാരണം ഈ വിഷയത്തിലൊക്കെയുള്ള CPM നേരത്തെ എടുത്ത നിലപാട് തങ്ങൾക്ക് വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നൊരു വിലയിരുത്തൽ ആ പാർട്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു വിഷയം, സംവരണം പോലെയുള്ള വിഷയങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു സമീപനമാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് വളരെ പരസ്യമായിട്ടുള്ള ഗൗരവമുള്ളൊരു ചർച്ച ഇത്തവണയും കേരളത്തിൽ കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ സംവരണം പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സംവരണത്തിന് ആനുകൂല്യങ്ങൾ നേടുന്ന OBC, അതുപോലെ SC, ST തുടങ്ങിയ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംവരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അടിത്തറ തകർക്കുന്ന നീക്കങ്ങൾ, പ്രത്യേകിച്ച് EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് സംവരണം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ, അത് കേരളത്തിലായാലും ശരി കേന്ദ്രത്തിലായാലും ശരി അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ ഒരു പരിധി വരെ ഈ സംവരണ സമുദായങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് സാമുദായികമായിട്ടുള്ള വിഷയങ്ങൾ, അവരുടെ മത സാംസ്കാരിക വിഷയങ്ങൾ, അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സമൂഹങ്ങളെ, വ്യത്യസ്ത സമുദായങ്ങളെ, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതാണ്.
ഇപ്പോൾ മറ്റൊരു വിഷയം വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ്. കേന്ദ്രത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, 10 വർഷത്തിലേറെയായി ഭരിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനോടുള്ള വിയോജിപ്പുള്ള വിഭാഗങ്ങളുടെ ഒരു ശാക്തീകരണം വളരെ കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തിൽ കേരളം ഒന്നടങ്കം കാണാം. അതായത് അവരുടെ വോട്ടുകളെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്നത് സാമ്പത്തികവും മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾക്കും അപ്പുറമായി, അധികാര പങ്കാളിത്തത്തിനും അപ്പുറമായിട്ട് സംഘപരിവാര വിരുദ്ധമായ നിലപാടെടുക്കുന്ന ശക്തികളുടെ കൂടെ ചേരുക എന്ന ഒരു സമീപനമുണ്ട്. ചില കക്ഷികൾ കാര്യത്തിൽ കോൺഗ്രസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, വേറെ ചില കക്ഷികൾ ഇടതുപക്ഷമാണ് പ്രധാനപ്പെട്ട സംഘപരിവാര വിരുദ്ധ ശക്തി എന്ന നിലപാടെടുക്കുന്നു. ഏതായാലും ആ തരത്തിലുള്ള ഒരു താല്പര്യമാണ്, ആ തരത്തിലൊരു ചിന്തയാണ് മുസ്ലിം സമുദായത്തിൻ്റെ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇതെല്ലാ കാലത്തും കഴിഞ്ഞ ഒരു 10-30 കൊല്ലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയമോ അന്തർദേശീയമോ ഒക്കെ ആയിട്ടുള്ള സംഭവവികാസങ്ങൾ മുസ്ലിം വോട്ടുകളെ സ്വാധീനിച്ചതായിട്ട് കാണാം. 1990-കളിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തികൾ സദ്ദാം ഹുസൈനെതിരായിട്ട് നടത്തിയ കടന്നാക്രമണം, ഇറാഖിന് നേരെ ആദ്യത്തെ കടന്നാക്രമണം, ആ കടന്നാക്രമണവും രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് സദ്ദാമിൻ്റെ കൂടെ കേരളം എന്നൊരു പ്രചാരവേല നടത്തിയത്. ആ പ്രചാരവേലയുടെ ഏറ്റവും വലിയ നേട്ടം കൊയ്തത് CPM ആയിരുന്നു. കാരണം 90-ൽ നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 14-ൽ 13 ജില്ലയിലും CPMന് അനുകൂലമായിട്ട് വിധിയെഴുതാനുള്ള കാരണം ഒരു വലിയ പരിധിവരെ ഈ ഉത്കണ്ഠകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായ ഉത്കണ്ഠകൾ, അന്തർദേശീയ തലത്തിൽ ഉത്കണ്ഠകൾ ഉപയോഗിച്ചുള്ളതായിരുന്നു. പിന്നീടുള്ള കാലത്തും അത് വന്നിട്ടുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ പിന്നെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഇടതുപക്ഷ കക്ഷികൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗോളമായ പ്രശ്നങ്ങൾ പലപ്പോഴും അവരെ സ്വാധീനിക്കാറുണ്ട്, അവരുടെ നിലപാടുകളെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം പലപ്പോഴും ഈ കേരളത്തിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റു സമുദായങ്ങളുടെ അവരുടെ സമവാക്യങ്ങളും അവരെ പലപ്പോഴും അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം കേരളത്തിലെ ഒരു 4-5 പ്രബലമായിട്ടുള്ള പള്ളി സ്ഥാപനങ്ങളുടെ കീഴിലാണ് ക്രിസ്ത്യൻകളിൽ ലാറ്റിൻ ചർച്ച്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്, അതുപോലെ തന്നെ കാത്തലിക് ചർച്ച്, ഇങ്ങനെ പല ചർച്ചുകൾ, പല വിഭാഗങ്ങൾ ഉൾപ്പിരിഞ്ഞു നിൽക്കുക. അവർക്കിടയിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ, പലതരത്തിലുള്ള മറ്റ് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ പേരിൽ ഒരു ക്യാമ്പയിൻ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു. ആ സ്വാധീനം എവിടെയാണോ മുസ്ലിങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു സമീപന രീതിയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തെ, അവരുടെ സമുദായ പ്രസ്ഥാനങ്ങളെ വലിയ തോതിൽ ആ മട്ടിൽ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് തിരിയും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്ത്യൻ സമുദായം UDFിൻ്റെ കൂടെയാണ് പൂർണ്ണമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇത്തവണ ഒരു വലിയ പരിധിവരെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമെങ്കിലും LDFിൻ്റെ കൂടെയുണ്ട്, മറ്റൊരു വിഭാഗം BJPയുടെ കൂടെയുണ്ട്, അതിൻ്റെ മൂന്നാമതൊരു വിഭാഗം UDFിൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ വിഭജിതമായിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളും സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ, സ്ഥാനാർത്ഥിയെക്കുറിച്ച് മതിപ്പില്ലായ്മയാവാം, സാമ്പത്തികമായ താല്പര്യങ്ങളാണ്, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷകളാവും. ഇതിനൊക്കെ പുറമേ ഇതിനേക്കാളൊക്കെ പലപ്പോഴും സ്വാധീന ശക്തിയായിട്ട് ഈ ജാതി മത സമുദായങ്ങളുടെ താല്പര്യങ്ങളും നിലപാടുകളും പ്രധാനമാണ് എന്ന് 70-കൾ മുതൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളതാണ്. 1977-ൽ EMS നമ്പൂതിരിപ്പാട് സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ, തങ്ങളുടെ നിലപാടുകൾ നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പരിഗണനയായിട്ട് വരുന്നത് സാമുദായികതയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും സാമുദായികമായ ശക്തിയും സ്വാധീനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് അത്തരം പരിഗണനകൾ വേണ്ട വിധം കണക്കിലെടുക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പലപ്പോഴും കേരളത്തിലെ പല പാർട്ടികളും അനുഭവത്തിലെ ബോധ്യമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ 90-ലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, 91-ലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയുണ്ടായി. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അന്ന് SNDP വിഭാഗം, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി ഇടതുപക്ഷവുമായിട്ടൊരു തർക്കത്തിലേർപ്പെട്ടതാണ് എന്നതാണ്. കാരണം സംവരണത്തിൻ്റെ കാര്യത്തിൽ NSSൻ്റെ സമീപനത്തിന് അനുകൂലമായൊരു സമീപനം CPM എടുക്കുകയും
അതേ സമയത്ത് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ലേഖനത്തിൽ കുമാരനാശാനെ ശക്തിയായി വിമർശിക്കുകയും ബ്രിട്ടീഷുകാരുടെ പാദദാസം വിമർശിക്കുകയും ചെയ്തത് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കി എന്ന് പിന്നീട് വളരെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ അവരുടെ പഠനങ്ങളിൽ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ഈ തരത്തിലുള്ള സാമുദായികമായ പരിഗണനകൾ, താല്പര്യങ്ങൾ, അഭിപ്രായങ്ങൾ സ്വാധീനം ചെലുത്തിയതായിട്ട് കാണാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരാ വിശകലന വിദഗ്ധരും പ്രധാനമായിട്ട് ആലോചിക്കുന്നൊരു വിഷയം ഏതൊക്കെ സമുദായം എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാത്ത വിധം വളരെ വിഭജിതമായിട്ടുള്ള, ഖണ്ഡിതമായിട്ട് പറയാൻ കഴിയാത്ത വിധമുള്ള ഒരു 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 രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വലിയ പരിധിവരെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തും കടുത്ത ഭിന്നതകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന്, അവരുടെ നിലപാടുകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും.